അക്കാലത്ത് പിടിയേരി പിരിച്ച് ഇടവകയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അതിനൊരു 12 കുടുംബങ്ങളിൽ നിന്ന് പിടിയേരി പിരിക്കേണ്ട ചുമതല എനിക്കാണ്. അന്നൊക്കെ വികാരിയച്ഛൻ പറയും, നിങ്ങൾ അരി അടപ്പത്തിടുമ്പോൾ ഒരു പിടി അരി മാറ്റി വയ്ക്കണം. അത് ശനിയാഴ്ചകളിൽ പിടിയേരിയിരിക്കുന്ന പിള്ളേർ പിരിച്ച് അത് പള്ളിയിൽ കൊണ്ടുതരും. ആദ്യകാലത്തൊക്കെ അച്ഛന് കഞ്ഞി വയ്ക്കാനുള്ളത് ഈ അരിയിൽ നിന്നായിരുന്നു. പിന്നീട് അത് പള്ളിയുടെ ഒരു വരുമാനമായിട്ട് കൂട്ടി. ഏതായാലും ഇങ്ങനെ പിടിയേരി പിരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഏൽപ്പിച്ചു. 1-2 പ്രാവശ്യം ഞാൻ മരത്തെ പഠിച്ച് കയറേണ്ടി വന്നിട്ടുണ്ട് ഈ പട്ടിയുടെ ശല്യവും കൊണ്ട്. പട്ടി കുറച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് പേടിയായിരുന്നു. ഏതായാലും ഈ പറയുന്ന വീടുകളിലൊക്കെ പോയി പിടിയേരി പിരിച്ചു കൊണ്ടുവന്നൊരു സഞ്ചി ഉണ്ടാവും. ആ സഞ്ചിയിൽ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഒരു വലിയ നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. അച്ഛനിടയ്ക്ക് ഒരേ മുട്ടായിയൊക്കെ തരും ഇങ്ങനെ പിടിയേരി പിരിക്കുന്നവർക്ക്. ഏതായാലും ആ കാലഘട്ടത്തെ ഓർമ്മിക്കുക, പിന്നെ ഉണ്ടായിട്ടുള്ള ത്യാഗങ്ങളും നന്മയും ഒക്കെ പിൽക്കാലത്ത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ടായിരിക്കാം എനിക്ക് അനേകായിരം പള്ളികളിൽ പോകാനും ധ്യാനപ്രസംഗം നടത്താനും ഒക്കെ അവസരം ദൈവം തന്നത്. കർത്താവേ, എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ ത്യാഗങ്ങളും പിന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ കൊച്ചുദേശിയായെ പോലെ പുഷ്പങ്ങളായി ഞാൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അർത്ഥവും മൂല്യവും കണ്ടെത്താൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.